തെലങ്കാന നല്ലഗൊണ്ടയിൽ ഈ മാസം 18 കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവ് മലയാളി എന്ന സംശയമുണ്ട് തെലങ്കാന പോലീസ് 24നോട്. അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സഹായം തെലങ്കാന പോലീസ് തേടിയിട്ടുണ്ട്. ഒരു പ്രതികരണത്തിലേക്കാണ്. 18/1/2025 January, we found an unknown dead body in a water canal near Gurram Port of Devarkonda subdivision, Nalgonda district, Telangana state. The body was highly decomposed. We are unable to preserve the fingerprints also because of the decomposition. After verification, we found that one Peter England said this type of set size of 38. We suspecting strongly that the disease belongs to Kerala. So I am requesting Kerala media to publish to viral the information to reach every corner of Kerala in the interest of justice to trace out the unknown body who was murdered by unknown culprits. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചെയ്യുന്നു. അരുണ്, നിലവിൽ ഷർട്ടിലെ സ്റ്റൈൽ കോഡ് അനുസരിച്ച് കേരളത്തിൽ നിന്ന് വിറ്റ ഷർട്ടാണെന്നൊരു നിഗമനത്തിലാണ് മലയാളി എന്നൊരു ധാരണയിലേക്ക് തെലങ്കാന പോലീസ് എത്തുന്നത്. സ്വാഭാവികമായി ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹം എവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്? കേരളത്തിലെ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലീഡ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? ആരാണെന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മിസ്സിംഗ് കേസുകൾ പരിശോധിക്കുക മാത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളൊരു മാർഗം? അരുൺ, അസോഹയിൽ ഇത് സംബന്ധിക്കുന്ന ഇത് മലയാളിയാണ് എന്ന സ്ഥിരീകരണമില്ല. ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് പോലെ അവർ ഈ യുവാവ് ധരിച്ചിരുന്ന ഷർട്ട് അത് പീറ്റർ ഇംഗ്ലണ്ട് കമ്പനിയുടെ ഷർട്ടാണ്. അത് ഡീകോഡ് ചെയ്ത് അതിൻ്റെ സ്റ്റൈൽ കോഡൊക്കെ ഡീകോഡ് ചെയ്ത് അത് കേരളത്തിൽ വിറ്റഴിച്ചതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിയതായിരിക്കാം. അത് മലയാളിയാണോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ കേരള പോലീസിൻ്റെ സഹായം തെലങ്കാന പോലീസ് തേടിയിട്ടുണ്ട്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുഹേൽ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം അഴുകിയ നിലയിലാണ് മൃതദേഹമുള്ളത്. അവിടെ ഈ ശാസ്ത്രീയമായ അവരുടെ പരിശോധനയിൽ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒന്നും സാന്നിധ്യം നിലവിൽ ആ ബോഡിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു കൊലപാതകമാണെന്ന് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹം കണ്ടെത്തുന്ന ഘട്ടത്തിൽ തന്നെ 5 ദിവസം പഴക്കമുണ്ടായിരുന്നു എന്ന കാര്യവും ശരീരത്തിൽ മലയാളിയാണെന്ന സംശയം മാത്രമാണ് ആ ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. ഷർട്ട് കേന്ദ്രീകരിച്ച് അതിന്റെ സ്റ്റൈൽ കോഡ് കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സ്ഥിരീകരണം വേണമെങ്കിൽ ഇത് ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. അഴുകിയ നിലയിലായതുകൊണ്ട് മുഖമൊന്നും കൃത്യമായി വ്യക്തമായിട്ടുണ്ടാവില്ല. ഇനി ആരാണെന്ന് മനസ്സിലാക്കാൻ DNA അടക്കം എടുത്ത് പരിശോധിച്ച് കേരളത്തിലെ മിസ്സിംഗ് കേസുകൾ കൂടി സംയുക്തമായി പരിശോധിച്ച് മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്തായാലും കേരള പോലീസിന് തെലങ്കാന പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.